എന്തോ ഈ 2021 ഈ ഓപ്പറേഷന് ശേഷം മറ്റൊരു ഓപ്പറേഷനും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല 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 ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഈ 2021 നടന്നിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. എനിക്ക് പനിയൊക്കെ വരും. പനിയൊക്കെ വരാൻ നേരത്ത് കൊണ്ടുപോയി മരുന്ന് മേടിക്കും. പക്ഷേ ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡൊക്കെ പോകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഡോക്ടർമാരെ കൊണ്ട് കാണിക്കും, ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വേദന കുറെ സഹിച്ചിട്ടുണ്ട്, നടുവേദനയൊക്കെ. ശരിക്കും ഏത് മാസത്തിലാണ് ശ്രീമതി ഉഷ പക്ഷെ ഞാനത് ഒതുക്കുമായിരുന്നു. പിന്നെ 2021 മെയ് 5-ാം തീയതി. ഈ വേദന എപ്പോ തൊട്ടാണ്? ലളിതാംബിക ഡോക്ടറിനാണ് ഞാൻ കാണിച്ചതിനെ ഓപ്പറേഷൻ ചെയ്തത്. വേദന എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോൾ എനിക്കിങ്ങനെ വേദന എപ്പോൾ മുതലാണെന്ന് ചോദിക്കുക. വേദന എനിക്ക് മിക്ക ദിവസവും എനിക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ ഞാൻ അടുത്തുള്ള ആശുപത്രി പോയിട്ട് ഞാൻ പോയി പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നും ഒക്കെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ കുറേ ദിവസമായിട്ട് എൻ്റെ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുന്ന കണ്ടുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് ആശുപത്രി ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ആങ്ങളുടെ മോളാണ് അവിടെ ലാബിലിരിക്കുന്നത്. അപ്പോൾ മൂത്രം പരിശോധിച്ചപ്പം പറഞ്ഞ് മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുവാന്ന് പറഞ്ഞു. ഈ ജോലിക്കൊക്കെ അങ്ങനെ പരിശോധിച്ചു. പിന്നെ ഞാൻ മരുന്നൊക്കെ വരുന്ന കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ജോലിക്ക് പോകാനായിട്ട് ഞാൻ തൊഴിലുറപ്പുള്ളപ്പം തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഈ കുറേ ഇടയായിട്ട് എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. വേദനയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പണിക്കൊന്നിനും പോകുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. വേദന വരുമ്പോൾ ഗുളിക എടുത്ത് കഴിക്കും. വേദനയുടെ ഗുളിക എടുത്ത് കഴിച്ച് വെള്ളവും കുടിക്കും വേദന വരുമ്പോൾ. പിന്നെ മൂത്രത്തിൽ ഇങ്ങനെ ബ്ലഡ് കളറായിട്ട് പോകും. അപ്പം സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ കിട്ടിയത് ഇങ്ങനെയാണ്, മൂത്രസഞ്ചിക്കല്ലെന്നാണ് പറഞ്ഞത്. ഈ മൂത്രസഞ്ചിക്കല്ലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബ്ലീഡിങ് ആയിട്ടല്ല, ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുമെങ്കിലും കുറെ നാളുകളൊക്കെ ആയി എനിക്ക് ഈ ബ്ലഡ് പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ മുതൽ ആശുപത്രി പോകുന്നതാണ്. മൂത്രസഞ്ചിക്കല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനോർത്ത് ഞാൻ പോകുന്നുണ്ട്, ആശുപത്രിയിലൊക്കെ പോകും. മോനെ എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ആശുപത്രിയിലൊക്കെ എന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിപ്പിക്കുകയും മരുന്ന് മേടിച്ച് തരികയൊക്കെ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പാമ്പേഴ്സ് വെച്ചോണ്ടാണ് പോകുന്നത്. എനിക്ക് മൂത്രം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല.